വിദ്യാസാഗറിലെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത് 6ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്ര പുസ്തകത്തിലെ 3ാമത്തെ പാഠമായിട്ടുള്ള കേരളം മണ്ണും മഴയും മനുഷ്യനും എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഈ പാഠം തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഒരു കമ്പോളത്തിൻ്റെ ചിത്രമാണ്. അപ്പോൾ കമ്പോളത്തിൻ്റെ ചിത്രം തരുന്നത് വഴി എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ കമ്പോളത്തിൽ നമ്മൾ സാധനങ്ങൾ, അത് പച്ചക്കറി ആയാലും അതുപോലെ തന്നെ ചിലപ്പോൾ പഴവർഗ്ഗങ്ങളായാലും വാങ്ങുവാനായിട്ട് ചെല്ലുമ്പോൾ നമുക്കവിടെ കിട്ടുന്ന പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും എല്ലാം അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് നമ്മുടെ ഈ കമ്പോളങ്ങളിലേക്ക് എത്തുന്നത്. അത് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ് പാഠത്തിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ ഇത് നൽകിയിരിക്കുന്നത്, ഒരു കമ്പോളത്തിൻ്റെ ചിത്രം നൽകിയിരിക്കുന്നത്. അപ്പോൾ അതിൽ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ്, അല്ലെങ്കിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു ചോദ്യമാണ്, എന്തൊക്കെയായിരിക്കാം ഇതുപോലെ പച്ചക്കറികളും ഭക്ഷ്യധാന്യങ്ങളുമൊക്കെ കൃഷി ചെയ്യാൻ വേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള ഘടകങ്ങൾ? ഈ ഘടകങ്ങൾ എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് നമുക്കിത് കഴിയാതെ വരുന്നത്, തുടങ്ങിയവയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അല്ലെങ്കിൽ എന്താണ് നമുക്ക് കിട്ടേണ്ടത്, ആ ചിത്രം കാണുമ്പോൾ നമുക്ക് കിട്ടേണ്ടത്. അതായത് നമുക്ക് ആവശ്യമായ പഴവർഗ്ഗങ്ങളും അതുപോലെ തന്നെ പച്ചക്കറികളും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നാണ് നമ്മുടെ കമ്പോളങ്ങളിലേക്ക് എത്തുന്നത്. എന്നാൽ അത് നമുക്ക് തന്നെ കൃഷി ചെയ്യാൻ സാധിക്കുമോ? അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ ഘടകങ്ങളാണ് നമ്മളെ അതിന് പ്രാപ്തരാക്കി തീർക്കുക എന്നുള്ളതാണ് നമുക്ക് ആദ്യ ഭാഗത്ത് ചർച്ച ചെയ്യേണ്ട ഭാഗം. അപ്പോൾ നമുക്ക് ആദ്യം പഠിക്കേണ്ട ഭാഗം എന്താണെന്ന് വെച്ചാൽ, പച്ചക്കറികളും ഭക്ഷ്യധാന്യങ്ങളും ഒക്കെ കൃഷി ചെയ്യാൻ വേണ്ട അടിസ്ഥാനപരമായ ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കൃഷിക്ക് അത്യാവശ്യമായിട്ട് വേണ്ട പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്: ഒന്ന്, വളക്കൂറുള്ള മണ്ണ്. അപ്പോൾ വളക്കൂറുള്ള മണ്ണ് കൃഷിക്ക് വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. കാരണം വളക്കൂറുള്ള മണ്ണുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൃഷി ചെയ്യുന്നതിനും അതുപോലെ തന്നെ കൃഷിയിൽ സമൃദ്ധി ഉണ്ടാക്കുന്നതിനും സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ കൃഷിയെ സ്വാധീനിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് അനുയോജ്യമായ കാലാവസ്ഥ. അതായത് ഓരോ വിളയ്ക്കും അതിൻ്റേതായിട്ടുള്ള കാലാവസ്ഥ ആവശ്യമായിട്ടുണ്ട്. ചില വിളകൾക്ക് ചിലപ്പോൾ കൂടുതൽ മഴ ലഭിക്കേണ്ടതായിരിക്കും, അല്ലെങ്കിൽ ചില വിളകൾക്ക് മണ്ണിൽ കൂടുതൽ ഈർപ്പം നിലനിൽക്കേണ്ട വിളകളായിരിക്കും. അങ്ങനെ ഓരോ വിളകൾക്കും ഓരോ തരത്തിലുള്ള കാലാവസ്ഥയായിരിക്കും അനുയോജ്യമായിട്ടുണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ കൃഷിയെ സ്വാധീനിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് അനുയോജ്യമായ കാലാവസ്ഥ. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു വളക്കൂറുള്ള മണ്ണ് കൃഷിക്ക് ആവശ്യമാണെന്ന് പറഞ്ഞു. രണ്ടാമത് നമ്മൾ പറഞ്ഞു അനുയോജ്യമായ കാലാവസ്ഥ കൃഷിക്ക് ആവശ്യമാണെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ നമുക്ക് ചേർത്ത് പറയാവുന്ന ഒന്നാണ് ജലലഭ്യത. അതായത് കൃഷിക്ക് നമുക്ക് വളരെയധികം ആവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് ജലലഭ്യത. നമ്മുടെ മണ്ണിലേക്ക് ആവശ്യമായിട്ടുള്ള ജലലഭ്യത ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ വിളകളെല്ലാം എന്ത് ചെയ്യുകയുള്ളൂ, നല്ല രീതിയിൽ വളർന്നു വരികയുള്ളൂ. അതുകൊണ്ട് തന്നെ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് മണ്ണിലെ അല്ലെങ്കിൽ ജലലഭ്യത എന്ന് പറയുന്നത്. അപ്പോൾ വളക്കൂറുള്ള മണ്ണും അനുയോജ്യമായ കാലാവസ്ഥയും ജലലഭ്യതയും മാത്രം മതിയോ കൃഷി നടക്കുന്നതിന്? അത് പോരാ. അതോടൊപ്പം കൃഷി ചെയ്യുന്നതിന് ആരും വേണം? മനുഷ്യാധ്വാനവും വേണം. അപ്പോൾ മറ്റ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഏതെന്ന് പറയുന്നത് മനുഷ്യാധ്വാനം. കാരണം മനുഷ്യാധ്വാനം ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, ഈ വിളകളെല്ലാം നമ്മുടെ ഈ മണ്ണിൽ കൃഷി ചെയ്യുന്നതിനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ പ്രധാനപ്പെട്ട ഘടകങ്ങൾ നമ്മൾ ഏതൊക്കെയാണ് പറഞ്ഞത്? വളക്കൂറുള്ള മണ്ണുണ്ട്, അനുയോജ്യമായ കാലാവസ്ഥയുണ്ട്, ജലലഭ്യതയുണ്ട്, അതുപോലെ തന്നെ മനുഷ്യാധ്വാനവും എന്തിന് ആവശ്യമാണ്? കൃഷി നടത്തുന്നതിന്, അല്ലെങ്കിൽ പച്ചക്കറികളും അതുപോലെ തന്നെ ഭക്ഷ്യധാന്യങ്ങളുമെല്ലാം നമുക്ക് കൃഷി ചെയ്യുന്നതിന് വളരെയധികം അത്യാവശ്യമാണ്. ഇനി നമുക്ക് നടത്തേണ്ടത് നമ്മുടെ അയൽ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാടുമായി ഒരു താരതമ്യമാണ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കമ്പോളത്തിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളും അതുപോലെ തന്നെ ഭക്ഷ്യധാന്യങ്ങളും എല്ലാം എത്തുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുമാണ്. അതിൽ ഒരു പ്രധാനപ്പെട്ട അയൽ സംസ്ഥാനമാണ് തമിഴ്നാട്. അപ്പോൾ നമ്മൾ തമിഴ്നാടിനെയും അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനമായ കേരളത്തിനെയും താരതമ്യം ചെയ്യുന്നത് പ്രധാനമായും രണ്ട് കാര്യങ്ങളിലാണ്. ഒന്ന്, രണ്ട് പ്രദേശങ്ങളിലെയും മണ്ണിനങ്ങളിലും, മറ്റൊന്ന് ജലലഭ്യതയിലുമാണ്. അപ്പോൾ ഏതൊക്കെ ഘടകങ്ങളിലാണ് നമ്മൾ താരതമ്യം നടത്തുന്നത് കേരളവും തമിഴ്നാടും തമ്മിൽ? ഒന്ന്, പ്രധാനമായിട്ടും കാണപ്പെടുന്ന മണ്ണിനങ്ങൾ. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു വളക്കൂറുള്ള മണ്ണ് എന്തിനാവശ്യമാണെന്ന് പറഞ്ഞു? കൃഷിക്ക് ആവശ്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ കേരളത്തിലും തമിഴ്നാട്ടിലും ലഭ്യമായിട്ടുള്ള മണ്ണിനങ്ങൾ, പ്രധാനപ്പെട്ട മണ്ണിനങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ ഇതിൽ താരതമ്യം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജലലഭ്യത നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു കൃഷിക്ക് വളരെയധികം ആവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് ഏതെന്ന് പറഞ്ഞു? ജലലഭ്യത എന്ന് പറഞ്ഞു.
അപ്പോൾ നമ്മളിവിടെ താരതമ്യം ചെയ്യുന്നത് ഏതൊക്കെ ഘടകങ്ങളാണ്? ഒന്ന് മണ്ണിനങ്ങളുണ്ട്, അതുപോലെ തന്നെ മറ്റൊന്ന് ജലലഭ്യതയുണ്ട്. കേരളത്തിലെയും അതുപോലെ തന്നെ തമിഴ്നാട്ടിലെയും പ്രധാനപ്പെട്ട മണ്ണിനങ്ങളും അതുപോലെ തന്നെ ജലലഭ്യതയുമാണ് നമ്മൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നത്? താരതമ്യം ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യം കേരളത്തിൽ ഉള്ള പ്രധാനപ്പെട്ട മണ്ണിനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. എക്കൽ മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, വനമണ്ണ്, ചെമ്മണ്ണ്, ഇതൊക്കെയാണ് എവിടെ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട മണ്ണിനങ്ങൾ? കേരളത്തിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട മണ്ണിനങ്ങൾ. അപ്പോൾ ഏതൊക്കെയാണ് കേരളത്തിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട മണ്ണിനങ്ങൾ? എക്കൽ മണ്ണുണ്ട്, ലാറ്ററൈറ്റ് മണ്ണുണ്ട്, വനമണ്ണുണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്? ചെമ്മണ്ണുണ്ട്. ചെമ്മണ്ണ്, വനമണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, എക്കൽ മണ്ണ്, ഇതെല്ലാം ഏത് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട മണ്ണിനങ്ങളാണ്? കേരളത്തിലെ പ്രധാനപ്പെട്ട മണ്ണിനങ്ങളാണ്. ഇനി തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട മണ്ണിനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ചെമ്മണ്ണ്, കറുത്ത മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, തീരദേശ മണ്ണ്. അപ്പോൾ തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട മണ്ണിനങ്ങൾ ഏതൊക്കെയാണ്? ചെമ്മണ്ണുണ്ട്, അതുപോലെ തന്നെ കറുത്ത മണ്ണുണ്ട്, അതുപോലെ ലാറ്ററൈറ്റ് മണ്ണുണ്ട്, അതുപോലെ തീരദേശ മണ്ണുണ്ട്. തീരദേശ മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, കറുത്ത മണ്ണ്, ചെമ്മണ്ണ്, ഇതെല്ലാം ഏത് സംസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട മണ്ണിനങ്ങളാണ്? തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട മണ്ണിനങ്ങളാണ്. അപ്പോൾ നമ്മൾ മണ്ണിനങ്ങളെ പറ്റി താരതമ്യം ചെയ്തു. കേരളത്തിലും അതുപോലെ തന്നെ തമിഴ്നാട്ടിലുമുള്ള പ്രധാനപ്പെട്ട മണ്ണിനങ്ങളെ നോക്കി. അതിൽ നമുക്ക് പറയുവാനായിട്ട് സാധിക്കുന്നത് ലാറ്ററൈറ്റ് മണ്ണും അതുപോലെ തന്നെ ചെമ്മണ്ണും രണ്ട് സംസ്ഥാനങ്ങളിലും പൊതുവെ കാണപ്പെടുന്ന മണ്ണിനങ്ങളാണെന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല ഫലഭൂയിഷ്ടമായിട്ടുള്ള എക്കൽ മണ്ണ് എവിടെയുണ്ട്? നമ്മുടെ കേരളത്തിൽ ഉണ്ടെന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ളത് ജലലഭ്യതയുടെ കാര്യത്തിൽ കേരളവും അതുപോലെ തന്നെ തമിഴ്നാടും എങ്ങനെയാണ് എന്നുള്ളതാണ് നമുക്ക് താരതമ്യം ചെയ്യേണ്ടത്. കേരളത്തിൽ വാർഷിക മഴ 300 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ വാർഷിക മഴ 300 സെൻറ്റിമീറ്റർ, അതായത് ഒരു വർഷം 300 സെൻറ്റിമീറ്ററോളം മഴ ലഭിക്കുന്ന പ്രദേശമാണ് ഏതെന്ന് പറയുന്നത്? കേരളം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കേരളത്തിൽ 44 നദികളുണ്ട്. മഴ ലഭിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ പല പ്രദേശങ്ങളിലും ജലസേചനത്തിൻ്റെ ആവശ്യകതയേ ഇല്ല. അപ്പോൾ എന്തൊക്കെയാണ് കേരളത്തിലെ ജലലഭ്യതയെ പറ്റി നമുക്ക് പറയാനുള്ളത്? വാർഷിക മഴ എത്രയാണ്? 300 സെൻറ്റിമീറ്ററോളം വാർഷിക മഴയാണ് കേരളത്തിൽ നമുക്കിപ്പോൾ ലഭിക്കുന്നത്. അതുപോലെ തന്നെ കേരളത്തിൽ എത്ര നദികളുണ്ട്? 44 നദികളാണ് കേരളത്തിലുള്ളത്. അതുപോലെ മഴ ലഭിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ പല പ്രദേശങ്ങളിലും എന്തിൻ്റെ ആവശ്യമില്ല? ജലസേചനത്തിൻ്റെ ആവശ്യം ഇല്ല. കാരണം നദികളും അതുപോലെ തന്നെ 300 സെൻറ്റിമീറ്ററോളം വാർഷിക വർഷപാതവും എവിടെ ലഭിക്കുന്നുണ്ട്? നമ്മുടെ കേരളത്തിൽ ലഭിക്കുന്നുണ്ട്. ഇനി നമ്മുടെ അയൽ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിൻ്റെ അവസ്ഥ നോക്കിയാലോ. വാർഷിക മഴ 95.9 സെൻറ്റിമീറ്റർ. നമുക്കിവിടെ 300 സെൻറ്റിമീറ്റർ വാർഷിക വർഷപാതം അല്ലെങ്കിൽ വാർഷിക മഴ ലഭിക്കുമ്പോൾ തമിഴ്നാടിന് എത്രയാണ് കിട്ടുന്നത്? 95.9 സെൻറ്റിമീറ്റർ വാർഷിക മഴയാണ് തമിഴ്നാടിന് ലഭിക്കുന്നത്. നമുക്ക് 44 നദികളുള്ളപ്പോൾ തമിഴ്നാട്ടിൽ എത്ര നദികളാണുള്ളത്? തമിഴ്നാട്ടിൽ 14 നദികളാണുള്ളത്. അതോടൊപ്പം തന്നെ മഴ കുറവായതുകൊണ്ട് തന്നെ ജലസേചന സൗകര്യം വ്യാപകമായി ഏർപ്പെടുത്തേണ്ടതുമുണ്ട്. അപ്പോൾ തമിഴ്നാട്ടിലെ അവസ്ഥ എങ്ങനെയാണ് ജലലഭ്യതയുടെ കാര്യത്തിൽ? അവരുടെ വാർഷിക മഴ 95.9 സെൻറ്റിമീറ്റർ ആണ്. അവിടെ 14 നദികൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവരുടെ മഴ കുറവായതുകൊണ്ട് ജലസേചനത്തിന് വേണ്ടി പ്രത്യേക സൗകര്യം എന്ത് ചെയ്യണം? ഏർപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഈ താരതമ്യം നടത്തിയപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് ഇതിൽ നിന്ന്? കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള എക്കൽ മണ്ണുള്ളത് എവിടെയാണ്? നമ്മുടെ ഈ കേരളത്തിലാണ്. തമിഴ്നാട്ടിലുള്ളതിനേക്കാൾ എക്കൽ മണ്ണ് കൂടുതലുള്ളതും അതുപോലെ എക്കൽ മണ്ണുള്ളത് എവിടെയാണ്? നമ്മുടെ കേരളത്തിലാണ്. അതുപോലെ തന്നെ ജലലഭ്യതയുടെ കാര്യത്തിൽ കേരളം ആർക്ക് മുന്നിലാണ്? തമിഴ്നാടിനേക്കാൾ മുന്നിലാണ്. കാരണം നമുക്ക് 44 നദികളും 300 സെൻറ്റിമീറ്ററോളം വാർഷിക വർഷപാതവുമുണ്ട്. അപ്പോൾ ഈ ജലലഭ്യതയുടെ കാര്യത്തിലും അതുപോലെ തന്നെ അനുയോജ്യമായിട്ടുള്ള മണ്ണിനത്തിൻ്റെ കാര്യത്തിലും തമിഴ്നാടിനേക്കാൾ ഏറെ മുന്നിലാണ് നമ്മൾ കേരളം എന്ന് പറയുന്നത്. എന്നിട്ടും നമ്മുടെ കമ്പോളത്തിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും എവിടെ നിന്നും കൊണ്ടുവരേണ്ട അവസ്ഥയാണ്? അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും കൊണ്ടുവരേണ്ട അവസ്ഥയാണ്. എന്നാൽ പണ്ട് കാലങ്ങളിൽ ഈ ഒരു സ്ഥിതിവിശേഷം ആയിരുന്നില്ല നമ്മുടെ ഈ കേരളത്തിൽ ഉണ്ടായിരുന്നത്. അനുകൂലമായിട്ടുള്ള ഈ ഘടകങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തി കേരളത്തിൽ വ്യാപകമായിട്ട് കൃഷി ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അക്കാലത്ത് തെങ്ങ്, നെല്ല്, മരിച്ചീനി, ചേന, കാച്ചിൽ തുടങ്ങിയ വിളകൾ കൂടാതെ തന്നെ കുരുമുളക്, ഇഞ്ചി, ഏലം തുടങ്ങിയ സുഗന്ധ വിളകളും കേരളത്തിൽ ഉണ്ടായിരുന്നു.
അപ്പോൾ ഈ അനുയോജ്യമായിട്ടുള്ള ഘടകങ്ങൾ ഏതൊക്കെ ഘടകങ്ങളാണ്? നമ്മൾ ആദ്യം പറഞ്ഞ കൃഷിക്ക് അനുയോജ്യമായ ഘടകങ്ങൾ: വളക്കൂറുള്ള മണ്ണ്, അനുയോജ്യമായ കാലാവസ്ഥ, ജലലഭ്യത, അതുപോലെ മനുഷ്യാധ്വാനം തുടങ്ങിയ ഈ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളെ മുതലെടുത്ത് കേരളത്തിലെ മുൻകാലങ്ങളിൽ കൃഷി ചെയ്തിരുന്ന പ്രധാനപ്പെട്ട വിളകൾ ഏതൊക്കെയായിരുന്നു? നെല്ല്, തെങ്ങ്, മരിച്ചീനി, ചേന, കാച്ചിൽ തുടങ്ങിയ വിളകളോ കൂടാതെ പിന്നെ എന്തുമുണ്ടായിരുന്നു? കുരുമുളക്, ഇഞ്ചി, ഏലം തുടങ്ങിയ സുഗന്ധ വിളകളും ആ കാലത്ത് എന്ത് ചെയ്തിരുന്നു? കൃഷി ചെയ്തിരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ്? കേരളത്തിൻ്റെ ഭൂപ്രകൃതി വൈവിധ്യമാണ്. നമ്മൾ മുൻകാലങ്ങളിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ്? സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ നമുക്ക് പ്രധാനമായിട്ട് എത്രയായി തിരിക്കാം? നമുക്ക് 3ആയിട്ട് തിരിക്കാം. ഏതൊക്കെയാണത്? മലനാട്, ഇടനാട്, അതുപോലെ തന്നെ തീരപ്രദേശം. അപ്പോൾ നമ്മൾ മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ തിരിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇതുപോലെ കേരളത്തെ മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ 3ആയിട്ട് തരംതിരിക്കുന്നത്. അപ്പോൾ അതിൽ ഓരോന്നിനെ പറ്റി നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം തന്നെ മലനാട്. അപ്പോൾ കേരളത്തിൻ്റെ കിഴക്കൻ പ്രദേശങ്ങൾ ഉൾപ്പെടുന്നതാണ് മലനാട് എന്ന് പറയുന്ന ഈ പ്രദേശം. അപ്പോൾ പേരിൽ തന്നെയുണ്ട് മലനാട്. അപ്പോൾ മലപ്രദേശമാണ്, അല്ലെങ്കിൽ മലകളാൽ നിറഞ്ഞ ഒരു പ്രദേശമാണ്. അത് ഏത് ഭാഗത്തായിട്ട് വരും? കേരളത്തിൻ്റെ കിഴക്കൻ പ്രദേശങ്ങളിലാണ് ഇതുപോലുള്ള സമുദ്രനിരപ്പിൽ നിന്നും വളരെ ഉയരത്തിലുള്ള ഈ മലനാട് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ എങ്ങനെയുള്ള കാലാവസ്ഥയായിരിക്കും? മഴയും അതുപോലെ തന്നെ മഞ്ഞും തണുപ്പും വളരെ കൂടിയ കാലാവസ്ഥയായിരിക്കും മലനാടിലെ കാലാവസ്ഥ. അപ്പോൾ മലനാടിലെ കാലാവസ്ഥ എന്ന് പറയുന്നത് എന്തായിരിക്കും? അവിടെ എന്തൊക്കെ കൂടുതലായിരിക്കും? മഴ, മഞ്ഞ്, അതുപോലെ തന്നെ തണുപ്പ്, ഇവ വളരെ കൂടുതലായിരിക്കുന്ന ഒരു കാലാവസ്ഥയാണ് എവിടെയുള്ളത്? മലനാട്ടിൽ ഉള്ളത്. സമുദ്രനിരപ്പിൽ നിന്നും വളരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സഹ്യപർവ്വത നിരയുടെ ഭാഗമാണ് ഈ പ്രദേശം. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഇവിടെ മഞ്ഞും തണുപ്പും മഴയും വളരെയധികം കൂടി നിൽക്കുന്നതിനുള്ള കാരണം എന്താണ്? സമുദ്രനിരപ്പിൽ നിന്നും വളരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സഹ്യപർവ്വതത്തിൻ്റെ ഭാഗമാണിത്. അപ്പോൾ നമ്മുടെ സഹ്യപർവ്വതം എങ്ങനെയാണ്? സമുദ്രനിരപ്പിൽ നിന്നും വളരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സഹ്യപർവ്വതത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രദേശമാണ് ഏതെന്ന് പറയുന്നത്? കേരളത്തിൻ്റെ കിഴക്കൻ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന ഈ മലനാടെന്ന് പറയുന്നത്. അപ്പോൾ ഈ മലനാട്ടിൽ പ്രധാനമായിട്ടും കൃഷി ചെയ്തിരുന്ന വിളകളാണ് ഏലം, തേയില, അതുപോലെ തന്നെ കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ, കാപ്പി തുടങ്ങിയവ. അപ്പോൾ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട വിളകളെന്ന് പറയുന്നത്? സുഗന്ധദ്രവ്യങ്ങളായിട്ടുള്ള ഏലം, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ കൂടാതെ തോട്ടവിളകളായിട്ടുള്ള തേയില, കാപ്പി മുതലായവയും എവിടെ കൃഷി ചെയ്യുന്നുണ്ട്? ഈ മലനാട് പ്രദേശത്ത് കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ വിളകളുടെ വളർച്ചയ്ക്ക് വളരെ അനുയോജ്യമായിട്ടുള്ള മലനാട്ടിലെ പ്രധാനപ്പെട്ട കാലാവസ്ഥ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടുത്തെ താപനില എന്ന് പറയുന്നത് 30 ഡിഗ്രി സെൽഷ്യസിൽ താഴെയാണ്. കാര്യം എന്താണ്? ഇവിടെ സമുദ്രനിരപ്പിൽ നിന്നും വളരെ ഉയരത്തിലായതുകൊണ്ട് തന്നെ മഞ്ഞും തണുപ്പുമുള്ള പ്രദേശമാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ താപനില എത്ര ഡിഗ്രിയിൽ കുറവായിരിക്കും? 30 ഡിഗ്രി സെൽഷ്യസിൽ കുറവായിട്ടുള്ള താപനില, ധാരാളമായി ലഭിക്കുന്ന മഴ, അതുപോലെ തന്നെ നീർവാർച്ചയുള്ള മണ്ണിൻ, ഇവയെല്ലാം എന്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതയാണ്? മലനാട്ടിൽ വളരുന്ന വിളകളുടെ പ്രധാനപ്പെട്ട സവിശേഷതയാണ്. ആ വിളകൾക്ക് എന്തായിരിക്കും താപനിലയുടെ ആവശ്യം? 30 ഡിഗ്രി സെൽഷ്യസിൽ താഴെ താപനില വേണ്ട എന്തായിരിക്കും? വിളകളായിരിക്കും മലനാട്ടിൽ കൃഷി ചെയ്യുക. അതുപോലെ തന്നെ അവിടുത്തെ മണ്ണ് എങ്ങനെയുള്ള മണ്ണാണ്? വളരെയധികം നീർവാർച്ചയുള്ള മണ്ണാണ്. അതുപോലെ തന്നെ അവിടെ എങ്ങനെയായിരിക്കും മഴ? ധാരാളമായി മഴ ലഭിക്കുന്നു. അപ്പോൾ ഈ സവിശേഷതകളിൽ വളരുന്ന വിളകളാണ് നമുക്ക് ഏത് പ്രദേശത്ത് കാണുവാനായിട്ട് സാധിക്കുന്നത്? മലനാട് പ്രദേശത്ത് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ഭാഗത്തേക്ക് നോക്കാം. ഇടനാട്. ഇടനാടെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം തീരപ്രദേശത്തിനും അതുപോലെ തന്നെ മലനാടിനും ഇടയിലായിട്ട് കാണപ്പെടുന്ന പ്രദേശമാണ് ഏതെന്ന് പറയുന്നത്? ഇടനാട് എന്ന് പറയുന്നത്. കേരളത്തിൽ തന്നെ ഏറ്റവും അധികം വിളവൈവിധ്യമുള്ള പ്രദേശവും ഏത് പ്രദേശം തന്നെയാണ്? നമ്മൾ ഈ സംസാരിക്കുന്ന ഇടനാട് തന്നെയാണ്. അപ്പോൾ ഇടനാടെന്ന് പറയുന്നത് തീരപ്രദേശത്തിനും മലനാടിനും ഇടയിലുള്ള പ്രദേശമായതുകൊണ്ട് അതിന് ഇടനാടെന്ന് പറയുന്നു. കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വിളവൈവിധ്യം ഉള്ള പ്രദേശവും ഏത് തന്നെയാണ്? നമ്മൾ ഈ പറയുന്ന ഇടനാടെന്ന് പറയുന്ന ഈ ഒരു പ്രദേശം തന്നെയാണ്. ഭക്ഷ്യധാന്യങ്ങൾ, പച്ചക്കറികൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ തുടങ്ങിയവയാണ് എവിടെ കൃഷി ചെയ്യുന്നത്? ഈ ഇടനാട് പ്രദേശത്ത് പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്ന വിളകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഭക്ഷ്യധാന്യങ്ങളുണ്ട്,
പച്ചക്കറികളുണ്ട്, അതുപോലെ തന്നെ കിഴങ്ങ് വർഗ്ഗങ്ങളുണ്ട്. ഇതൊക്കെയാണ് ഇടനാട്ടിലെ പ്രധാനമായിട്ട് ചെയ്ത വിളകളെന്ന് പറയുന്നത്. ഇനി എന്തായിരിക്കും ഇടനാട്ടിലെ കൃഷിയെ അനുകൂലിക്കുന്ന ഘടകങ്ങളെന്ന് നോക്കാം. നമ്മുടെ മലനാട്ടിലെ പോലെ തന്നെ ധാരാളമായി ലഭിക്കുന്ന മഴ, ലാറ്ററൈറ്റ് മണ്ണിൻ്റെയും നദീതടങ്ങളിലെ എക്കൽ മണ്ണിൻ്റെയും സാമീപ്യം, ഇതെല്ലാം എന്തിനെ അനുകൂലമായി ബാധിക്കുന്ന ഘടകങ്ങളാണ്? ഇടനാട് പ്രദേശത്തെ കൃഷിയെ വളരെയധികം അനുകൂലമായി ബാധിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ ഏതൊക്കെയാണ് ഇടനാട്ടിലെ കൃഷിയെ വളരെയധികം അനുകൂലമായി ബാധിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത്? ധാരാളമായി ലഭിക്കുന്ന മഴ, ലാറ്ററൈറ്റ് മണ്ണിൻ്റെയും നദീതടങ്ങളിലെ എക്കൽ മണ്ണിൻ്റെയും സാമീപ്യം, ഇതൊക്കെയാണ് ഇടനാട്ടിലെ പ്രധാനമായിട്ടും കൃഷിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെന്ന് പറയുന്നത്. റബ്ബർ കൃഷി വളരെയധികം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നതും ഏത് പ്രദേശത്താണ്? ഈ ഇടനാട് പ്രദേശത്താണ് എന്നുള്ളതാണ് ഇടനാട് പ്രദേശത്തിൻ്റെ മറ്റൊരു സവിശേഷത. അപ്പോൾ റബ്ബർ കൃഷി വളരെയധികം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന പ്രദേശം ഏതാണ്? മലനാട്, ഇടനാട്, തീരപ്രദേശം. ഇവയിൽ ഇടനാട്ടിലാണ് ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്തുകൊണ്ടാണ് മറ്റ് വിളകളുടെ സ്ഥാനം റബ്ബർ കീഴടക്കിയതെന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, ഒരിക്കലും നട്ട് വിളവെടുപ്പ് തുടങ്ങുകയാണെങ്കിൽ ഏറെക്കാലം വിളവ് ലഭിക്കും എന്നുള്ളതാണ് എന്തിൻ്റെ പ്രാധാന്യം? റബ്ബർ എന്ന് പറയുന്ന ഈ ഒരു വിളയുടെ പ്രാധാന്യം. അപ്പോൾ റബ്ബർ എന്ന് പറയുന്ന വിള മറ്റ് ഭക്ഷ്യവിളകളെയും അതുപോലെ തന്നെ കിഴങ്ങ് വർഗ്ഗങ്ങളെയും പച്ചക്കറികളെയും എല്ലാം സ്ഥാനം കൈയടക്കിയതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഒരിക്കൽ നട്ട് വിളവെടുപ്പ് തുടങ്ങിക്കഴിയുകയാണെങ്കിൽ ഏറെക്കാലം വിളവെടുക്കാൻ നമുക്ക് ഏതിൽ നിന്നും കഴിയും? റബ്ബർ എന്ന് പറയുന്ന ഈ ഒരു വിളയിൽ നിന്ന് സാധിക്കും എന്നുള്ളതാണ് റബ്ബറിൻ്റെ മേന്മ. ഇനി നമുക്ക് അവസാനത്തെ ആ ഒരു ഘട്ടത്തിലേക്ക് പോവാം, തീരപ്രദേശം. അപ്പോൾ തീരപ്രദേശം എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും, സമുദ്രനിരപ്പിൽ നിന്നും അധികം ഉയരമല്ലാത്ത പ്രദേശങ്ങൾ ഉൾപ്പെടുന്നതാണ് ഏതെന്ന് പറയുന്നത്? തീരപ്രദേശം എന്ന് പറയുന്നത്. അപ്പോൾ തീരപ്രദേശം എന്നുള്ള ആ ഒരു പേര് വരാൻ കാര്യം എന്താണ്? സമുദ്രനിരപ്പിൽ നിന്നും അധികം ഉയരത്തിൽ അല്ലാതെയുള്ള പ്രദേശങ്ങളാണ് ഏത് പ്രദേശങ്ങൾ എന്ന് പറയുന്നത്? തീരപ്രദേശം എന്ന് പറയുന്നത്. എക്കൽ മണ്ണിന്റെ നിക്ഷേപം നെൽകൃഷിക്കും അതുപോലെ തന്നെ തീരപ്രദേശങ്ങളിലെ ഉപ്പുരസമുള്ള എക്കൽ മണ്ണ് തെങ്ങിൻ്റെ കൃഷിക്കും വളരെയധികം അനുയോജ്യമായിട്ടുള്ള ഘടകമാണ്. അപ്പോൾ തീരപ്രദേശങ്ങളിലെ പ്രധാനമായിട്ട് കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള എന്താണ്? എക്കൽ മണ്ണുണ്ട്. അപ്പോൾ ആ എക്കൽ മണ്ണ് എന്തിന് അനുയോജ്യമാണ്? നെൽകൃഷിക്ക് വളരെയധികം അനുയോജ്യമായിട്ടുള്ള എക്കൽ മണ്ണുണ്ട്. അതുപോലെ തന്നെ തീരപ്രദേശങ്ങളാകുമ്പോൾ അവിടുത്തെ എക്കൽ മണ്ണിൽ എന്തുണ്ടായിരിക്കും? ഉപ്പുരസം ഉണ്ടായിരിക്കും. അങ്ങനെ ഈ ഉപ്പുരസമുള്ള എക്കൽ മണ്ണ് എന്തിൻ്റെ കൃഷിക്ക് അനുയോജ്യമാണ്? അത് തെങ്ങിൻ്റെ കൃഷിക്ക് വളരെയധികം അനുയോജ്യമാണ്. സമൃദ്ധമായിട്ട് കൃഷി ചെയ്തിരുന്ന ഇടങ്ങൾ പിൽക്കാലത്ത് ജനവാസ കേന്ദ്രങ്ങളായി മാറുകയും അത് കൃഷിയുടെ അളവിൽ തീരപ്രദേശത്ത് എന്തുണ്ടാക്കുകയും ചെയ്തു? കുറവ് വരുത്തുകയും ചെയ്തു. അതുപോലെ തന്നെ വിത്ത്, വളം തുടങ്ങിയവയുടെ വില വർധനയും ആളുകളെ കൃഷിയിൽ നിന്നും പിന്മാറുന്നതിലേക്കും കാരണമായി തീർന്നു. അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞത്? തീരപ്രദേശം എന്ന് പറയുന്നത് എന്താണ്? സമുദ്രനിരപ്പിൽ നിന്നും വളരെയധികം ഉയരത്തിൽ അല്ലാതെയുള്ള പ്രദേശങ്ങളാണ് ഏതെന്ന് പറയുന്നത്? തീരപ്രദേശം എന്ന് പറയുന്നത്. തീരപ്രദേശങ്ങളിലെ എക്കൽ മണ്ണ് നെൽകൃഷിക്കും അതുപോലെ തന്നെ ഉപ്പുരസം കലർന്ന എക്കൽ മണ്ണ് തെങ്ങിൻ്റെ കൃഷിക്കും വളരെ അനുയോജ്യമാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സമൃദ്ധമായിട്ട് കൃഷി ചെയ്തിരുന്ന ഇടങ്ങളെ പിൽക്കാലത്ത് എന്തായി മാറി? ജനവാസ കേന്ദ്രങ്ങളായിട്ട് മാറി. അതോടൊപ്പം തന്നെ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വിത്ത്, വളം ഇവയുടെ വില കൂടിയതും ജനങ്ങളെ എന്തിൽ നിന്ന് മാറുന്നതിന് കാരണമായി? ജനങ്ങളെ കൃഷിയിൽ നിന്നും പിന്മാറുന്നതിന് അല്ലെങ്കിൽ പിൻവലിയുന്നതിന് കാരണമായി തീർന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് നോക്കിയത്? നമ്മൾ ആദ്യം നോക്കിയത് കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കി. അതിൽ നമ്മൾ ഏതൊക്കെ പറഞ്ഞു? വളക്കൂറുള്ള മണ്ണ്, അനുയോജ്യമായ കാലാവസ്ഥ, ജലലഭ്യത, മനുഷ്യാധ്വാനം ഇവയെല്ലാം എന്തിനാവശ്യമാണെന്ന് പറഞ്ഞു? കൃഷിക്ക് വളരെയധികം അനുയോജ്യമായിട്ട് വേണ്ട ഘടകങ്ങളാണെന്ന് നമ്മൾ പറഞ്ഞു. അതിനുശേഷം നമ്മുടെ അയൽ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാടുമായിട്ട് നമ്മൾ പ്രധാനപ്പെട്ട മണ്ണിനങ്ങളിലും അതുപോലെ തന്നെ ജലലഭ്യതയിലും ഒരു താരതമ്യം നടത്തി. അതിനുശേഷം നമ്മൾ അതിൽ നിന്നും എത്തിയ നിഗമനം എന്തായിരുന്നു? കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള എക്കൽ മണ്ണും അതുപോലെ തന്നെ ജലലഭ്യതയും നാർക്കാണ് തമിഴ്നാട്ടിനേക്കാൾ കൂടുതൽ? നമ്മുടെ കേരളത്തിനാണ് കൂടുതലെന്ന് നമ്മൾ മനസ്സിലാക്കി. അതിനുശേഷം നമ്മൾ കേരളത്തിൻ്റെ ഭൂപ്രകൃതി പരിശോധിച്ചു. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തിൻ്റെ അടിസ്ഥാനത്തിൽ എത്രയായി തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു? മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിൽ ഓരോ പ്രദേശത്തിലും വളരുന്ന വിളകളും അതിന് കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള ഘടകങ്ങളും നമ്മൾ
പരിശോധിച്ചു. അപ്പോൾ നമ്മളിനി പഠിച്ച ഭാഗത്തിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ദയവായിട്ട് അത് ആ ഒരു കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ വിദ്യാസാഗറിലെ കൂടുതൽ ഓൺലൈൻ ക്ലാസ്സുകൾ ലഭ്യമാകുന്നതിനായിട്ട് വിദ്യാസാഗറിൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക.